ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഈവനിങ് നമുക്കൊരു പരിപാടി ഉണ്ട്. ഇന്ന് നമ്മുടെ ലച്ചൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേക്ക് പരിപാടിക്ക് പോകണം. ഇതാ ഷുട്ടു പെണീച്ച് എവിടെ ഷുട്ടു പെണീച്ച് ഇവിടെ കടന്നിട്ടുണ്ട്. ഷുട്ടുൻ്റെ മമ്മി വന്നിട്ടുണ്ട്. മമ്മി അപ്പോൾ ഞാൻ എണീച്ചൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഷുട്ടൂനൊന്ന് ഫ്രഷ് ആക്കണം. ഒരു വലിയ പിമ്പിൾസ്, നല്ല വേദനയുണ്ട് ഈ സാധനം. അപ്പോൾ ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി. ഇനിയിപ്പം ഷുട്ടു മേലേക്ക് ഓടിയിട്ടുണ്ട് മാമനെ എണീപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷായി ചായയെല്ലാം കുടിക്കേണ്ട ഒരു സെറ്റപ്പ് ആക്കട്ടെ. ഇന്ന് നമുക്ക് ദോശയാണ് തോന്നുന്നു, ഞാൻ നോക്കിയില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഷുട്ടൂനൊക്കെ ഒന്ന് ഫ്രഷ് ആക്കട്ടെ. ഹലോ ഗായ്സ്, ഷുട്ടു കുളിച്ച് കഴിഞ്ഞു ഗായ്സ്. നമുക്കിതിന്ന് നമ്മളെ ദോശ. ഷുട്ടൂന് ദോശയാ വേണ്ടേ ചപ്പാത്തിയാ വേണ്ടേ? നമ്മൾ ചപ്പാത്തി. എല്ലാരും ഇരുന്നോ, മമ്മനെ വിളിക്കുന്നില്ല. വരുന്നുണ്ട്, കള്ളക്കുട്ടന്മാർ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദോശയും അതുപോലെ തന്നെ ചപ്പാത്തിയും ഉണ്ടായിരുന്നു. ഏട്ടൻ ഭയങ്കര ദോശ ഫാനാണ്, അതുകൊണ്ട് അമ്മ സ്പെഷ്യലായിട്ട് മോന് ദോശയൊക്കെ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനാ കള്ളക്കുട്ട, ഇങ്ങോക്ക് അമ്മനോക്ക്. ഷുട്ട് എപ്പോഴും കാണുന്ന ഒരു കാർട്ടൂണാണ്. കാർട്ടൂൻ്റെ കുറച്ച് കാർട്ടൂൺസും പിന്നെ കൊക്കോമെലണോ കാണല്. അപ്പോൾ കാർട്ടൂൻ്റെ അതിൻ്റെ അകത്തുള്ള ഒരു കോഴി അപ്പൂപ്പനെ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഷുട്ടു. അപ്പോൾ മാമൻ അതിൻ്റെ ഇടയ്ക്ക് പേരൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കുരുത്തക്കേട് കളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ടി വി വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കളിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് പോയി. ഇന്ന് ആരും ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് ടി വി വെച്ച് കൊടുത്തു. അതിനകത്ത് കണ്ടംപൂച്ച വരുമ്പോൾ ആൾക്ക് ഭയങ്കര പേടിയാണ്, അതായി ഒളിച്ചിങ്ങനെ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൾക്ക് അതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് പോയി അമ്മേനെ മുറിച്ചിട്ടൊക്കെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന് നമുക്ക് എന്തായിരുന്നു, ദണ്ട മീനും പിന്നെ അയിലുമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ചക്കറി ആയിട്ട് അച്ഛൻ എന്തായാലും മസ്റ്റ് ഹാവ് പച്ചക്കറി എന്തായാലും വേണം. അച്ഛൻ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്ന് വെണ്ട കറി വെക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ഞാൻ അങ്ങനെ വെണ്ടയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജുവിനും ഏട്ടനും കണ്ണൂരോ അങ്ങനെ എന്തോ പോകാനുണ്ട്. അവർക്ക് എന്തൊക്കെയോ ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ വന്ന റെഗുലർ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാൻ നിൽക്കുകയാണ് അവർ. അപ്പോൾ അവർക്ക് എന്തായാലും ചോറ് തിന്നാനാകുമ്പോഴേക്ക് എത്തുമോ ഇല്ലയോ എന്ന് അറിയില്ല. എത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, ബട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഷുട്ടു ടി വി ആണല്ലോ, അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവൾ അച്ചാച്ചൻ്റെ കൂടെ കളിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയി ഇവിടുന്ന്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് കളിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ട് എൻ്റെ പണി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കും. അങ്ങനെ നമ്മൾ ആൾക്ക് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഞാൻ തന്നെ വേണം എല്ലാ കാര്യത്തിനും. അപ്പോൾ അങ്ങനെ ആണ് അമ്മ ഞാൻ കട്ട് ചെയ്യുമ്പോഴേക്കും പോയിട്ട് ഫിഷൊക്കെ മുറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം മുറിച്ചിട്ട് വെച്ചു. പിന്നെ നമുക്ക് ഇന്ന് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് കേബേജ് എടുക്കാമെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ ഓണത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്താ വേണ്ടേ? അവ എന്തിനാ വന്നേ? പേടിയാ? അങ്ങനെ പേടിക്കുന്നപ്പോ what is the problem? What is the problem?
അമ്മ അപ്പോൾ നേരെ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ അപ്പോഴേക്കും ഉപ്പേരിയൊക്കെ കട്ട് ചെയ്ത് അത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് ഇങ്ങനെ മുട്ട തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് കാബേജ് ഉപ്പേരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്ന് ഓണത്തിന് വാങ്ങിയത് ബാക്കിയുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേണ്ട പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് കറി ആക്കേണ്ട പണിയേ ഉള്ളൂ. അങ്ങനെ ഇതാ കാബേജൊക്കെ റെഡിയാക്കി അരിഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചേ ആക്കിയിട്ടുള്ളൂ, കാരണം അവർ ഉച്ചയ്ക്ക് ഉണ്ടാവും ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല. സോ നമ്മൾ വളരെ കുറച്ച് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിൽക്കണ്ടേ അവള്? നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയിൽ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. കട്ടിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. ഇനി കുറച്ച് കറീൻ്റെ അമ്മ ഫിഷൊക്കെ മുറിക്കുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, എഡിറ്റിങ്ങും പരിപാടിയെല്ലാം. പിന്നെ ഈവനിങ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷ്മിൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്രാവശ്യം ഇവിടെ താറ്റോടുന്ന പറഞ്ഞാൽ അവിടെ അവർക്ക് ആരും റിലേറ്റീവ് മരിച്ചുകൊണ്ട് അവിടെ സെലിബ്രേഷനൊന്നുമില്ല. പിന്നെ ഏട്ടനും കുഞ്ചുമൊക്കെ നാട്ടിലുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ കണ്ണൂർ പോയിട്ടുള്ളത്. ഫുഡ് കഴിക്കാനാകുമ്പോഴേക്കും വരും. ചുട്ടും ഇങ്ങനെ അച്ചാസിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ചെറിയ പണിയുണ്ട് ഇടാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ എഡിറ്റിങ്ങും പരിപാടിയും കുറച്ച് പണിയൊക്കെ കഴിയട്ടെ. അങ്ങനെ എൻ്റെ പണി ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന് നടുക്ക് പണിക്കാർക്ക് ചായ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാനും അതിൻ്റെ ഇടക്ക് ഒരു ചായ അടിച്ചു മാറ്റി. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ചുട്ടുപ്പി കുറച്ച് ചോറ് തിന്നു. ഇനിയിപ്പോൾ ചുട്ടുപ്പിനെ ഞാൻ വേഗം ഒന്ന് ഉറക്കട്ടെ. ആൾക്ക് ഉറക്കം വന്നിങ്ങനെ അപ്പം നമ്മൾ ഉറങ്ങിയിട്ട് കാണാന്ന് പറയാം. ചുട്ടുക്ക് ഉറക്കം വന്ന് വരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉറക്കട്ടെ. ആരാ ഉറങ്ങി എണീച്ചേ? ഇതാരാ ഉറങ്ങി എണീച്ചേ? കാണിക്കേ ചുറ്റും അതിനെ കാണിക്കട്ടെ, നോക്കട്ടെ അമ്മ. അയ്യോ, താഴെ വീഴല്ലേ. വാ കം, ശുഷെല്ലാം ആക്കിയിട്ട് വരാണ്. പോകാം. Come, let's go. ചുട്ടു ഇന്ന് എപ്പോഴത്തേക്കാളും കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അവൾ കുറച്ച് നേരത്തെയാണ് ഉറങ്ങിയത്. എന്നാലും ഒരു 2:30 ആയപ്പോൾ അവളുടെ ഉറക്കം കഴിഞ്ഞു. അപ്പോൾ അവൾ നേരെ പോയിട്ട് അച്ചാച്ചനെയും അമ്മമ്മേനെയും എണീപ്പിക്കലായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അവളുടെ കൂടെ കുറച്ച് സമയം കളിച്ച് അത് നമ്മളിങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു. ഈയിടെ ആയിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര ഫുഡ് ക്രേവിങ്സ് ആണ്. പീരീഡ്സ് ആവാറൊന്നും ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ എന്താണെന്നറിയില്ല, എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ ഒരു തോന്നൽ. സോ ഞാൻ അമ്മയുടെ അടുത്ത് പറയായിരുന്നു നമുക്ക് ചായ വെക്കാമെന്ന്. അങ്ങനെ കട്ടൻ ചായ വെക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു. അമ്മേൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഈവനിങ്ങിലത്തെ പണിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇനി എന്തായാലും അടിച്ചു വരലില്ല, നമുക്ക് ചായ കുടിച്ചതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ ചായ വെക്കാൻ വേണ്ടി പോയി. നല്ല കുഞ്ഞി ഉണ്ണിയപ്പം ഉണ്ട് ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ അപ്പുറത്തുനിന്ന് തന്നതായിരുന്നു. അപ്പോൾ അതും കൂട്ടി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ ചായ ആക്കാൻ പോയി. കട്ടനാണ് ഒബ്വിയസ്ലി. എല്ലാവരും ഈവനിങ് ടൈമിലും രാവിലെയും ഒക്കെ അധികം മോസ്റ്റ്ലി കട്ടനാണ്. ഞാൻ ഇന്ന് അവർക്ക് വെച്ച ചായ ഉണ്ടായതുകൊണ്ട് കുറച്ച് ചായ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കുടിച്ചതാണ്.
അങ്ങനെ ഇനിയിപ്പം ഇവർ ഒരു ഈവനിങ്ങിലത്തെ പണി നോക്കും. ഞാൻ ഷുട്ടുവിനെ കുളിപ്പിക്കാനുള്ള പണിയുണ്ട്, അവളുടെ പാമ്പസൊക്കെ ഒന്ന് പൊട്ടിച്ചിടാനുള്ള പണിയുണ്ട്. അങ്ങനെ ഇതാ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അച്ചാച്ചനും അമ്മമ്മയും അടിച്ചു വരാൻ ഇറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ ഷുട്ടുവും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് എന്തായാലും അവളുടെ പാമ്പസൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അമ്മയ്ക്ക് കത്തിക്കാൻ ഇടേണ്ട പണിയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചായയോടെയും പരിപാടിയും എല്ലാം കഴിഞ്ഞു. ഷുട്ടു ചേച്ചിമാരെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഒറ്റ ഓട്ടം ഓടിയിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച ആളെ സെറ്റാക്കണം എന്നെല്ലാം വിചാരിച്ചാണ്. ഏട്ടനും കുഞ്ചും രാവിലെ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പം പെട്ടെന്ന് കുളിയൊക്കെ കഴിയണം. ഈവനിങ് ആകുമ്പം പെട്ടെന്ന് റെഡി ആയിട്ട് പോകണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. ഷുട്ടുവിനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ എൻ്റെ പരിപാടി ഇങ്ങോട്ട് നടക്കുള്ളൂ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കുളിക്കേണ്ട പണിയൊക്കെ നോക്കട്ടെ. ഇത് കുളിച്ചോ ഷുട്ടുവിനോട് ചോദിച്ചത് കുളിച്ചോ. ഷുട്ടൂനെയും കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഈവനിങ് ആയിട്ടുള്ള സ്നാക്സ് ഞാൻ ഇന്ന് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ പുഴുങ്ങിക്കൊടുത്ത് അപ്പോഴേക്കും കുഞ്ചും ഏട്ടനും എല്ലാം വന്നു. ഞാനതൊക്കെ ഷൂട്ട് ചെയ്യാൻ പെട്ടെന്ന് ഞാൻ വിട്ടുപോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഞാനും പോയി കുളിച്ച് റെഡിയാവാമെന്ന് വിചാരിച്ചു. അവൾ ഓൾറെഡി കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഡെക്കോറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പോയി. ഞാനും ഏട്ടനും അച്ഛനും അമ്മയും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങാനാകുമ്പോഴേക്കും പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ട് അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ആരുമില്ല. അവരുടെ കുറച്ച് കസിൻസും പിന്നെ നമ്മളും മാത്രം. അവർക്ക് കാടാച്ചിറ അവിടെ ചേട്ടൻ്റെ വീട്ടിൽ ഒരു റിലേറ്റീവ് മരിച്ചിട്ടുണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. സോയ അങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായി പോവാണ്. മാമനും മോളും അവിടെ നിന്ന് തകൃതിയായിട്ട് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ പോർഷനിൽ എന്തായാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ റെഡിയായി. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അങ്ങനെ നമ്മൾ റെഡിയായി. ഇനിയിപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ പോകും. അതാ മാമനെ വിളിക്ക്. കം ലെറ്റ്സ് ഗോ. അതെന്തിനാ? അതൊന്നും എടുത്തിട്ട് വരണ്ട. വേണ്ട അത് വേണ്ട. ഇനിതാ നമ്മളെല്ലാവരും കൂടി ഇറങ്ങി. കുഞ്ചു ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലിച്ചു അവരൊന്നും വന്നില്ല, ലേറ്റായിട്ട് വന്നാൽ മതി. ബട്ട് നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. വെറുതെ ഷുട്ടു ആണെങ്കിൽ റെഡിയായി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പം പോകണം. ആളങ്ങനെ ഇരുന്ന് കളിക്കും. പിന്നെ ആൾക്ക് ഭയങ്കര ഒരു വിമിഷ്ടാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളധികം ലേസി ആക്കാണ്ട് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ബലൂൺ സംഭവങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഡെക്കോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ചു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ആൾ ആകെ ഇത് മാത്രം വെച്ചു. അതിനിതാ നമ്മുടെ ബർത്ത്ഡേ ഗേൾ എത്തിയിട്ടുണ്ട്. ഇത് കുഞ്ചു വരുമ്പോൾ കൊണ്ടു കൊടുത്ത ഡ്രസ്സായിരുന്നു. ആൻഡ് ഷുട്ടു ആളുടെ സ്ലൈഡ് കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പോയപ്പോൾ തന്നെ. ആൻഡ് അങ്ങനെ നമ്മുടെ ചെറിയ ഡെക്കോറും പരിപാടിയൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ഓൾറെഡി അങ്ങനെ റെഡി ആയിട്ടൊക്കെയാണ് വന്നത്. ഇതൊക്കെ അവൾ കൊണ്ടുവന്ന കുറച്ച് ഡെക്കോർ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇനി ഊതി വീർപ്പിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് കേക്ക് മുറിക്കണം. ഇത്രയൊക്കെ ആളെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ഫാമിലി മാത്രം. അങ്ങനെ ഷുട്ടു പിന്നെ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാണ്ട് ഫുള്ള് കുരുത്തക്കേടായിരുന്നു. ഇത് വലിക്കണോ അത് വലിക്കണോ. ആൾക്ക് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഇഷ്ടമായതുകൊണ്ട് മെയിൻ കാരണം എന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടാൻ കേക്ക് കട്ട് ചെയ്യൽ ആണ്. അതിലാണ് മെയിൻ കോൺസെൻട്രേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാ ഓരോ സ്റ്റാറും നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ ഊതി വീർത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളെല്ലാം ഊതി വീർപ്പിച്ച് സെറ്റാക്കി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചു, ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ചിട്ട്. 7 years ഓൾഡ് ലച്ചു. ഭയങ്കര എത്ര പെട്ടെന്ന വർഷം പോകുന്നതല്ലേ. എനിക്കിപ്പോഴും ലച്ചു എന്ന് പറയുമ്പോൾ ഓർമ്മ ഒരു 6 month ആയപ്പോൾ ഞാൻ ആളുടെ കൂടെ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ. അതാണ് എനിക്കിപ്പോഴും ഓർമ്മ വരിക. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തി ആളെ വെച്ചിട്ട്. അങ്ങനെ ഇനിയിപ്പം നേരെ കേക്ക് കട്ട് ചെയ്യണം.
ഷുട്ടു ആയിരുന്നു ഭയങ്കര കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ്. ഞാൻ അവളെ പിടിച്ച് വെച്ചേക്കുമായിരുന്നു, കട്ട് ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ ആളെ അടുത്തേക്ക് കൊണ്ടുപോയാൽ എന്തായാലും ഫേസ്റ്റ്ലി അവൾ തന്നെ കട്ട് ചെയ്യും. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലച്ചു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗ്രേച്ച് കൊടുക്കറാ ചുട്ടു, ടേസ്റ്റ് നോക്കട്ടെ ആദ്യം. ആ നല്ല ടേസ്റ്റ് ഉണ്ട്. മതി മോളെ, കുറച്ച് കൊടുത്താ മതി. ഓ 7 ഇളകി വീണു. എനിക്ക് ഉള്ളിൽ ഐസ്ക്രീം പോലെ ഉണ്ട്, ഉള്ളിലത്തെ ക്രീം ഭയങ്കര ഐസ്ക്രീം പോലെ ഉണ്ട്. ഓ ഇത് മറ്റേ ബേക്ക് ഹൗസ് അല്ലേ? അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങും പരിപാടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാൻ കുറച്ചധികം കേക്ക് തിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഷുട്ടു കഴിക്കുന്ന കണ്ടിട്ട് ഞാൻ അവൾ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം എടുത്ത് ഞാൻ കഴിച്ചു. പിന്നെ നമ്മൾ എന്താ പറയുക, കുറേ നാളായിട്ടുണ്ടായിരുന്നു ഞാൻ വാഞ്ചോ കേക്ക് കഴിച്ചിട്ട്. ബാക്കി വേറെ കുറേ ഫ്ലേവേഴ്സൊക്കെയാണ് ഷുട്ടുവിൻ്റെ ബർത്ത്ഡേക്കാണെങ്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചധികം ടേസ്റ്റ് തോന്നി. ഇതിൽ വലിയ കോമഡി എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ദമ്മായിപ്പോയി വയറ്. പിന്നെ ബിരിയാണി കഴിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഷുട്ടും അമ്മയും കൂടെ ഒക്കെ കുറേ കളിയായിരുന്നു. വേഗം കൊണ്ടേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയമായി. ആസ് യൂഷ്വൽ നമുക്ക് ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. അച്ഛന് എന്താ പറയുക, ബിരിയാണി റൈസ് പ്ലസ് വെജിറ്റബിൾ കറി അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചോട്ടൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷുട്ടും എല്ലാവരും ഭയങ്കര കളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലച്ചുവിനും ഭയങ്കര മൂഡ് ഔട്ടായിപ്പോയി. അപ്പോൾ മമ്മിയും മോളും കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഡബിൾ സൈഡ് ടാപ്പ് എടുത്ത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കാലിന് ഒട്ടിച്ച് കളിക്കലായിരുന്നു. ഷുട്ടു എന്തോ അതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പോയിട്ടോ എന്തോ പറഞ്ഞിട്ട് അണുങ്ങാണ്ട് അവിടെ പിടിച്ച് നിർത്തിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര അത്യാവശ്യം നല്ല കുരുത്തക്കേടും കളിയും ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് അങ്ങനെ നമ്മൾ ഇറങ്ങി. അധികം അവിടെ നിന്ന് കുരുത്തക്കേട് കളിച്ച പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോക്കുണ്ടാവില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ ഇതാ നമ്മളിപ്പം വീട്ടിലെത്തി. ജസ്റ്റ് ഇതാ വന്ന് കയറിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. ഷുട്ടു അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് സെറ്റായി ആൾ, കുറേ കുട്ടികളൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്താണ് ഞാൻ പോയി പെട്ടെന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. 9 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. അങ്ങനെ ഇന്നത്തെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫ്രഷായിട്ട് വരാമെന്ന് വെച്ച് പോയതാണ് ഞാൻ. പിന്നെ ഷുട്ടുവിന് ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. അപ്പോൾ ആൾക്കാർക്കൊക്കെ വന്ന് ആൾ ഒരു സൈഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ കിടന്നുറങ്ങി, നല്ല ഉറക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ ലോഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് ഞാൻ യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ചെക്ക് ഔട്ട്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട ആൾക്കാരാണെങ്കിൽ എന്തായാലും ഓർഡർ ചെയ്യുക സാധനങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.